കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇതില് അതെ അവര് പറഞ്ഞു തന്നെ എനിക്ക് വിയോജിപ്പുണ്ട്, അവരുടെ ഒരു കൺസേൺ ആണത്. എനിക്ക് അതിനോട് വിയോജിപ്പുണ്ട്. നിങ്ങളുടെ വിയോജിപ്പ് അവർക്ക് എന്താ, അവർക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇവരുടെ ഒരു മോറൽ വ്യൂ പറഞ്ഞത് ഒരു കൺസേൺ മാത്രമാണ് പറഞ്ഞത്. എനിക്ക് ലെസ്ബിയനിസം എന്ന് പറയുന്ന സംഗതി പുഷ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല. പുറത്തു പോയ ആളല്ലേ, പുറത്തു പോയ ആൾക്ക് എന്താ മോറലി ഒരു കാര്യം തെറ്റാണെന്ന് പറയാൻ പറ്റൂല. LGBT സപ്പോർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ഇങ്ങനെ, അതായത് ഇതിന് വിരുദ്ധമായ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പാടില്ല എന്ന് പറയുന്ന പൊസിഷനെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുക എന്നുള്ളത് എനിക്ക് സത്യമായിട്ട് മനസ്സിലാകുന്നില്ല. ഞാനും ആക്ച്വലി ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ അഭിഷേകിനോട് പറഞ്ഞൊരു കാര്യം, എന്റെ പേഴ്സണൽ ഇല്ല, പ്രേരിപ്പിച്ചല്ല. ഞാൻ അഭിഷേകിനോട് പറഞ്ഞു, ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ തിരിച്ചു പറയാൻ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വന്നതല്ലേ, ഇവിടുത്തെ വിഷയമൊക്കെ അറിയില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ട്, അല്ലെ? അവര് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് പറയാൻ അവർക്കുള്ള റൈറ്റ് പോലെ തന്നെ അത് അങ്ങനെയല്ല എന്ന് വിശ്വസിക്കാനും പറയാനും, അതങ്ങനെയല്ല എന്ന് വിശ്വസിക്കാനും പറയാനും ഇവർക്കും റൈറ്റ് വേണമല്ലോ. ജനാധിപത്യം എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ഒരു അജണ്ട പുഷ് ചെയ്യാനോ അല്ലെങ്കിൽ കാര്യം പറയാനോ ഉള്ള റൈറ്റ് പോലെ തന്നെ അത് പറ്റില്ല, ഞങ്ങൾക്കതിൽ കൺസേൺ ഉണ്ട് എന്ന് പറയാൻ അവകാശമില്ല എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ ജനാധിപത്യമാണ്. ഞങ്ങൾ അന്ന് ഞാനും പ്രവീണോട് സംസാരിക്കും മാനം വന്നപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നോട്ട് ബാക്ക് സ്റ്റാബിങ് യു, എന്നോട് ഞാൻ ഫ്രണ്ട് എന്ന് പറയാണ്, LGBTQ കമ്മ്യൂണിറ്റിനെ പറ്റിയിട്ട് നിന്റെ അഭിപ്രായം എനിക്ക് ഇവിടെ പറയാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. നിന്റെ ഒപ്പീനിയൻ അല്ല, എന്താ അറിയാം നിനക്ക്, എന്തോ ഒരു സർഫസ് ലെവലോ അല്ലെങ്കിൽ എന്താണ് നിന്റെ ഒരു അറിവെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവള് എനിക്ക് അതിനെ പറ്റി ഇവിടെ പറയാൻ താല്പര്യം ഇല്ല. ഈ ഷോകളൊക്കെ എവിടേക്കാണ് സൊസൈറ്റിയെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാം. നിങ്ങൾ LGBT എതിർക്കണമെന്നില്ല, സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിശദീകരിച്ചൊന്നും സംസാരിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ പ്രതിയാണ്. എനിക്ക് അതിൽ വേറെ കാര്യം തോന്നിയെന്ന് വെച്ചാൽ, മോഹൻലാൽ ഈ പറഞ്ഞ പോലെ വലിയ ഷോ കാണിച്ചല്ലോ. ആ ഷോന്റെ അടുക്ക് മോഹൻലാൽ പറയുന്നത് ഇതൊക്കെ എന്തിനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഇതൊരു വേറെ ഷോ അല്ലേ, ഷോന്റെ ഉള്ളിൽ നിങ്ങൾ ജെൻഡർ സെക്ഷ്വാലിറ്റി ഒക്കെ ചർച്ച ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവർ അതിൻ്റെ ഉള്ളിൽ പോയി ചർച്ച ചെയ്യുന്നത് എന്താണ്, നിങ്ങൾ ഓരോരുത്തരുടെ പോയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം, എന്നിട്ട് അവരുടെ അഭിപ്രായം പറയണം, എന്നിട്ട് അത് ഷോയിൽ വരണം, കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിരിക്കണം, അത് തുറന്ന് പറഞ്ഞിരിക്കണം, വിശദീകരിച്ച് പറയണം. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ലാലേട്ടനോട് പോയിട്ട് എന്ത് ചെയ്യുക, പരാതിപ്പെടുക. എന്താണ് ഇതിന്റെ ഒക്കെ അവസ്ഥ? എന്നതിനോടുള്ള ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ പാടില്ല, സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. സപ്പോർട്ട് ചെയ്ത് മാത്രം പോരാ, വിശദീകരിക്കണം, സംസാരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ പ്രതിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് വേറെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇത് പോസിബിൾ ആണോ?